2 ഇഞ്ച് സ്ക്വയർ ആയിട്ട് വരുന്ന തേക്ക് വുഡാണ് ഇവിടെ നമ്മൾ ഗ്ലാസിന്റെ മുകളിൽ ടോപ്പ് റെയിലായിട്ട് കൊടുത്തിട്ടുള്ളത്. ഗ്ലാസ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് 12 mm ടഫ് ആൻഡ് ക്ലിയർ ഗ്ലാസ് ആണ്. 12 mm തിക്നെസ്സിൽ വരുന്ന ടഫ് ആൻഡ് ഗ്ലാസ്സുകളാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഭാഗത്തൊക്കെ സ്റ്റെയർ കേസിന്റെ ഈ ഭാഗത്തൊക്കെ നമ്മൾ സൈഡ് ഫിക്സിംഗ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സൈഡ് ഫിക്സിംഗ് ആയിട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ സ്റ്റെപ്പിന് ഓൾറെഡി നമുക്ക് സ്റ്റെപ്പിന്റെ വീതി എത്രയാണോ ആ വീതി തന്നെ മാക്സിമം സ്പേസ് കിട്ടുന്നുള്ളതാണ്. ഇവിടെ ഒരു സ്റ്റഡി ഏരിയ അല്ലെങ്കിൽ ഒരു സിറ്റിംഗ് ഏരിയ ആണ്. ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് സൈഡ് ഫിക്സിംഗ് അല്ല, ടോപ്പ് ഫിക്സിംഗ് ആണ്. സ്പൈഗോട്ട് ഫിറ്റിംഗ്സ് എന്ന് നമ്മൾ പറയും. അത് ഫ്ലോറിലാണ് അവിടെ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള ഭാഗത്തൊക്കെ കംപ്ലീറ്റ് സൈഡ് ഫിക്സിംഗ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഭാഗത്ത് മാത്രം ടോപ്പ് ഫിക്സിംഗ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ മാത്രം നമ്മൾ എന്തുകൊണ്ട് ടോപ്പ് ഫിക്സിംഗ് കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ നമ്മൾ സൈഡ് ഫിക്സിംഗ് ആയിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആ സ്റ്റെപ്പിന്റെ ഭാഗത്തോട്ട് ഗ്ലാസ് ഇറങ്ങി നിൽക്കും. അതുകൊണ്ടാണ് ആ ഭാഗത്ത് മാത്രം നമ്മൾ ടോപ്പ് ഫിക്സിംഗ് കൊടുത്തിട്ടുള്ളത് എന്ന് മാത്രം. അപ്പം ഇതിൽ ഇനി തേക്ക് വുഡാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞു. ഇതിൽ ഫൈനൽ പോളിഷിംഗ് വർക്ക് മാത്രമാണ് ചെയ്യാനുള്ളത്. പോളിഷിംഗ് വർക്ക് എപ്പോഴും ക്ലൈൻ സ്കോപ്പിലായിട്ടാണ് നമ്മൾ കൊടുക്കാറുള്ളത്. മറ്റുള്ള ഇവിടെ പെയിന്റിങ് പോളിഷിങ്ങിനൊക്കെ മാച്ച് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്